പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ രണ്ട് ലോകങ്ങളിലും തൻ്റെ അനുഗ്രഹങ്ങളും മനോഗുണവും സമർത്ഥമായി ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സുഖാനുഭവത്തിൻ്റെയും ആഘോഷങ്ങളുടെയും ഒരു കാലഘട്ടമാണ് ക്രിസ്മസ് കാലഘട്ടം. പ്രസന്നമായ അന്തരീക്ഷവും പ്രസന്നമായ വ്യക്തിബന്ധങ്ങളും നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ക്രിസ്മസിൻ്റെ കാലഘട്ടം. ക്രിസ്മസ് എന്നുള്ളത് തന്നെ വലിയ ഒരു ജന്മദിനാഘോഷമാണ്. ലോകം മുഴുവനും ആഘോഷിക്കുന്ന ഒരു ജന്മദിനം. ലോകത്തിൽ പ്രബുദ്ധരായ മിടുക്കന്മാരായ സാമൂഹിക പരിഷ്കർത്താക്കളുണ്ടായിട്ടുണ്ട്. അനേകം പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. അനേകം ദൈവപുരുഷന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ കർത്താവായ യേശു മിശിഹായെ പോലെ കാലഘട്ടത്തെ തന്നെ രണ്ടായി തിരിക്കുന്ന, BC എന്നും AD എന്നും രണ്ടാക്കി തിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ജന്മം ഇതിനു മുൻപുണ്ടായിട്ടില്ല, പിന്നീടും ഉണ്ടായിട്ടില്ല. കർത്താവായ യേശു മിശിഹായുടെ കാലഘട്ടമാണ്, ജന്മമാണ് കാലഘട്ടത്തെ തന്നെ രണ്ടാക്കി തിരിച്ചത്. ആ വലിയ കർത്താവായ ദൈവമായ പൂർണ്ണ മനുഷ്യനായ യേശുവിൻ്റെ ജന്മദിനമാണ് ലോകം ആഘോഷിക്കുന്ന ക്രിസ്മസ് എന്നുള്ളത്. ക്രിസ്തുമസിന് സാധാരണയായിട്ട് മനുഷ്യരൊക്കെ അങ്ങുമിങ്ങും സ്നേഹ ഉപകാരങ്ങൾ കൈമാറാറുണ്ട്, നല്ല ആശംസകൾ കൈമാറാറുണ്ട്. ഒരു വ്യക്തിയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഇഷ്ടമുള്ളതെന്ത് എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ട്. ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള ഒരു സമ്മാനം കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. നമുക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ, നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ആ സമ്മാനത്തിൻ്റെ ശക്തിയും സ്വാധീനവും ആകർഷണീയതയും ഏറ്റവും മനോഹരമുള്ളതാക്കി തീർക്കാൻ നമ്മൾ പരിശ്രമിക്കും. ഇതിനു മുമ്പ് ഒത്തിരി ക്രിസ്മസ് വന്നു പോയിട്ടുണ്ട്, നമ്മൾ ആഘോഷിച്ചിട്ടുമുണ്ട്. പലപ്പോഴും ആരുടെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്, ആ വ്യക്തിയെ കാണാതെ, തിരിച്ചറിയാതെ, അനുഭവിക്കാതെ, ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ വില കൊടുക്കാതെ ഒരു ആഘോഷവും അനുഭവമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇത്തവണ നമുക്ക് തിരുത്താം. ഇത്രയും കാലം പല വിധത്തിൽ വികലമായി നമ്മൾ ജീവിച്ചുപോയി. നമുക്കിന്ന് മാറ്റം വരുത്താം. ഒരു വലിയ നല്ല അനുഭവത്തിലേക്ക് നമുക്ക് മാറാം. കുഞ്ഞിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ ഒരമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുന്നു. അത് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചതല്ല, വിദേശ സ്ഥലത്ത് സംഭവിച്ചതാണ്, തണുപ്പുള്ള രാജ്യത്ത്. ആ അമ്മയുടെ കൂട്ടുകാരിയുമൊത്ത് ഒരു പബ്ബിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ വന്നപ്പോൾ മറ്റൊരു കൂട്ടുകാരി ചോദിച്ചു, എന്താ ഇവിടെ പതിവില്ലാതെ? ഇന്ന് എൻ്റെ മോൻ്റെ ജന്മദിനമാണ്, ബർത്ത്ഡേ ആണ്. ആഹാ, കൊള്ളാം. എന്നിട്ട് ഇവിടെ മോൻ? അയ്യോ, മോനെ ഇപ്പോൾ പബ്ബിലേക്കൊന്നും കൊണ്ടുവരാറായിട്ടില്ല, അവൻ പുറത്ത് വണ്ടിയിലുണ്ട്. അത് ശരി. അമ്മ ആരുടെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത്, ആ മകനെ പുറത്തിരുത്തി അമ്മ ആഘോഷിക്കുന്നതിന് വേണ്ടി പബ്ബിലേക്ക് കയറിയിരിക്കുന്നു. നോക്കൂ, ഇത് ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ക്രിസ്മസ് ആഘോഷങ്ങളല്ലേ? കർത്താവായ യേശു മിശിഹായുടെ ജന്മദിനം ആഘോഷിക്കുന്നത് ആ കർത്താവായ യേശു മിശിഹായെ നമ്മുടെ ജീവിതത്തിന് പുറത്തു നിർത്തിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ആ മിശിഹായെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ യേശുവിൻ്റെ ജന്മദിനം അനുഭവമുള്ളതാക്കി, അനുഗ്രഹമുള്ളതാക്കി മാറ്റുവാൻ ആണ് നമ്മൾ തയ്യാറാകുന്നതെങ്കിൽ നമുക്ക് നോക്കാം എന്ത് സമ്മാനമാണ് നമുക്ക് കർത്താവിന് കൊടുക്കാനുള്ളത്. ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ പറഞ്ഞു, നമ്മൾക്ക്
ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉള്ള നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ജന്മദിനമാണെങ്കിൽ ഏറ്റവും താല്പര്യമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമ്മാനം നമ്മൾ വാങ്ങിക്കൊടുക്കും. അതെ, നമുക്ക് കർത്താവായ യേശു മിശിഹായോട് നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴമെത്രയാണ്, ആ സ്നേഹത്തിൻ്റെ പരപ്പ് എത്രമാത്രമാണ്, വ്യാപ്തി എത്രമാത്രമാണ് നമ്മൾ ചിന്തിക്കണം, വിലയിരുത്തണം. എന്നിട്ട് ഈ ജന്മദിനം നമുക്ക് അനുഭവമുള്ളതാണോ അനുഗ്രഹമുള്ളതാണോ എന്ന് തിരിച്ചറിയണം. എന്ത് സമ്മാനമാണ് ഈ ദൈവമായ യേശുവിന് നമുക്ക് കൊടുക്കാനുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാം. എന്ത് സമ്മാനം, താൻ എന്ത് സമ്മാനമാണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? കർത്താവായ യേശു മിശിഹ എന്ത് സമ്മാനമാണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അതെങ്ങനെ തിരിച്ചറിയാം, നമുക്ക് അതെങ്ങനെ മനസ്സിലാക്കാം? ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നൊരു സന്ദർഭം വിശുദ്ധ വേദപുസ്തകത്തിൽ ഭംഗിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 1-ാം അധ്യായത്തിലാണല്ലോ കർത്താവായ യേശു മിശിഹായുടെ ജനനത്തെക്കുറിച്ച് പറയുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളിലാണ് കർത്താവായ യേശു മിശിഹായുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പിനെക്കുറിച്ച് പറയുന്നത്. അവിടെ നമുക്ക് ശ്രദ്ധിക്കാം, ഒരു കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടി ഒരു ദൈവദൂതനുമായിട്ടുള്ള സംസാരം. ദൂതൻ അവളോട് അടുത്ത് ചെന്ന് പറഞ്ഞു. ബാലികയായ കൗമാരപ്രായക്കാരിയായ ടീനേജുകാരിയായ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ ദൂതൻ അടുത്ത് ചെന്ന് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, കർത്താവ് നിന്നോട് കൂടെ. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, കർത്താവ് നിന്നോട് കൂടെ. ശരിടാ, ഈ വചനം കേട്ട് അവൾ അല്പം അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ഉടനെ ദൂതൻ പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നിനക്ക് ദൈവസന്നിധിയിൽ കൃപ ലഭിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മൾ ദൈവത്തെ അനുധാവനം ചെയ്യുമ്പോൾ, ദൈവത്തെ പിൻപറ്റി അന്വേഷിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു സങ്കേതമായിട്ട് ദൈവത്തെ ഞാൻ കാണുന്നു, അതോ എൻ്റെ ജീവിതത്തിന് വിജയങ്ങൾ നേടിത്തരുന്നതിനുള്ള ഒരു കേന്ദ്രമായിട്ട് ഞാൻ ദൈവത്തെ കാണുന്നു? രോഗത്തിൽ നിന്നും കെടുതിയിൽ നിന്നും സംരക്ഷണം നേടുന്നതിനുള്ള ഒരാശ്രയമായിട്ട് ഞാൻ ദൈവത്തെ കാണുന്നു, അതോ എൻ്റെ നിത്യരക്ഷകനായിട്ട് നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന സത്യദൈവവും നിത്യജീവനുമായിട്ട് ഞാൻ ദൈവത്തെ കാണുന്നു? ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പലപ്പോഴും ദൈവത്തെ ഭയപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. എപ്പോഴാണ് നമുക്ക് ഭയമുണ്ടാകുന്നത്? ഭയം സാധാരണയായിട്ട് നമുക്കെല്ലാവർക്കും ഉണ്ടായേക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ സംഭവിക്കാതെ വരുമ്പോൾ, അയ്യോ എന്താണോ എന്നിൽ സംഭവിക്കുന്നത് എന്നുള്ള ഒരു വിചാരം നമുക്കുണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഭയപ്പെടാം. ഇവിടെ മറിയം ഈ അഭിവാദനം കേട്ട് പെട്ടെന്ന് ഭയപ്പെടുകയാണ്. ഉടനെ ദൂതൻ പറയുകയാണ്, മറിയമേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ശുദ്ധമുള്ള സഭയിൽ ഇങ്ങനെയൊരു പ്രാർത്ഥന, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിൻ്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഈ പ്രാർത്ഥന നമ്മളാരും ഉണ്ടാക്കിയതല്ല, തിരുവചനത്തിലൂടെ സ്വർഗം നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, കർത്താവ് നിന്നോടുകൂടെ. അവൾ വിചാരിച്ചു, ഇതെന്തൊരു അഭിവാദനമാണിത്, എന്താണാവോ സർവശക്തനായ ദൈവം
എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അത് തിരിച്ചറിയാനുള്ള വ്യഗ്രതയാണ് പരിശുദ്ധ മറിയമിൻ്റെ ബാലികയായ കൗമാരപ്രായക്കാരിയായ മറിയാമിൻ്റെ മുഖത്ത് തിളങ്ങിയത്. അഥവാ ആ ഭയം, പരിഭ്രമം എന്തായിരുന്നു? ഇതായിരുന്നു അതിൻ്റെ കാരണം. അതെ സ്നേഹമുള്ളവരെ, ഇന്നും പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്, നീ നിൻ്റെ ദൈവത്തിന് അർഹമായ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു നല്ല സമ്മാനം അവന് കൊടുക്കുക. നല്ല സമ്മാനം. ഈ ക്രിസ്മസ് ദിനത്തിൽ ദൈവത്തിന് ഉചിതമായ, ദൈവത്തിന് അഭിലഷണീയമായ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത ഒരു നല്ല സമ്മാനം നമുക്ക് കൊടുക്കാം. അതാണ് പരിശുദ്ധ മറിയം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ ഈ മറിയത്തിന് പെട്ടെന്ന് ഭയമുണ്ടാക്കാൻ കഴിഞ്ഞത് എന്താണ്? എന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ക്രിസ്മസ് ദിനത്തിൽ കർത്താവായ യേശു മിശിഹ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന സമ്മാനമെന്ത്? പരിശുദ്ധ മറിയം ഭയപ്പെട്ട് പരിഭ്രമിച്ചു വിചാരിച്ചു, ഇതെന്തൊരു അഭിവാദനമാണ്. അപ്പോഴാണ് ദൂതൻ പറയുന്നത്, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇത്രയും നാളും നമുക്കിഷ്ടമുള്ളതുപോലെ നമ്മൾ ജീവിച്ചെങ്കിൽ ഇന്ന് ദൈവത്തിന് പ്രീതികരമായ, ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു, ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമ്മാനം നമുക്ക് നൽകാൻ കഴിയുമോ? ആ സമ്മാനം മറ്റൊന്നുമല്ല, ഭയമില്ലാതെ സ്നേഹത്തോടെ വിടാതെയുള്ള ഒരു പിന്തുടരലാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന സമ്മാനം. നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലൊക്കെ നമ്മൾ കഴിവും പ്രാപ്തിയും തൻ്റെ ഇടവും ആർജവത്വമുള്ള നല്ല മനുഷ്യരായി പ്രവർത്തിച്ചേക്കാം. പക്ഷേ പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ ദൈവത്തെ മാറ്റി നിർത്തുന്ന അനുഭവം നമുക്കുണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകാൻ ദൈവം അനുവദിക്കുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ക്രിസ്മസ് ദിനം കഴിഞ്ഞ് അടുത്ത ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 2022. ആ 2022 എന്നുള്ള വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ പുതിയ തീരുമാനങ്ങളും നല്ല ഉത്സാഹത്തോടു കൂടിയുള്ള ജീവിത വിജയവും നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. അങ്ങനെയെങ്കിൽ ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ യേശു മിശിഹായ്ക്ക് താൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല സമ്മാനം നമുക്ക് നൽകാം. ആ സമ്മാനം മറ്റൊന്നുമല്ല, 1 യോഹന്നാൻ 5 അധ്യായത്തിൻ്റെ ആദിയോടന്തം ലോകത്തെ ജയിച്ച ക്രിസ്തുവിൻ്റെ സാക്ഷ്യം. ക്രിസ്തു വലിയ ശക്തിയാൽ നമ്മോട് പറയുകയാണ്, നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. തൻ്റെ പുത്രനെക്കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന സാക്ഷ്യത്തെക്കുറിച്ച് അവിടെ വിശദീകരിക്കുന്നു. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് അവനിൽ തന്നെ സാക്ഷ്യമുണ്ട്. കർത്താവായ യേശു മിശിഹായിൽ വിശ്വസിക്കുന്നവന് അവനിൽ തന്നെ സാക്ഷ്യമുണ്ട്. അവനെക്കുറിച്ച് വിശ്വസിക്കാനാണ്, അവനിൽ വിശ്വസിച്ച് നിത്യജീവനെ നമുക്ക് സ്വന്തമാക്കാനാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതെ, അത് 5 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ നമ്മൾ കാണുന്നു. ഇതാണ് ആ സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്, അതായത് കർത്താവായ യേശു മിശിഹായിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് തീരുമാനമെടുക്കാം. ഒരു പുതിയ വർഷത്തിലേക്ക്, ഒരു ശുഭ ആരംഭത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കൊരുങ്ങാം. ആഗ്രഹത്തോടെ തമ്പുരാൻ പറയുന്നു, നല്ല ജീവനുള്ളവരായി, ഓജസ്സുള്ളവരായി, ജീവിത നേട്ടങ്ങളുള്ളവരായി, നിത്യജീവനെ അവകാശമാക്കുന്നവരായി, ദൈവം ആഗ്രഹിക്കുന്ന സമ്മാനമായി നമുക്ക് ജീവിക്കാം. അത് തമ്പുരാൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്, പുത്രനെ സ്വന്തമാക്കുക.
പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ആ കർത്താവായ യേശു മിശിഹായെ നമ്മുടെ സ്വന്തമാക്കാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും. അവിടെ 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഈ തിരുവചനങ്ങളെല്ലാം എഴുതപ്പെട്ടതെന്തിന്? ഞാൻ ഇവയെല്ലാം എഴുതിയത് ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. അതെ, നിത്യജീവനുണ്ടെന്ന് ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ആ നിത്യജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനായ യേശു മിശിഹ നമുക്ക് നിത്യജീവനെ നൽകുന്നു. ആ നിത്യജീവന് നിങ്ങൾ അറിയേണ്ടതിനാണ്. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി, അതെ, അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ, ശുദ്ധമുള്ള യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം, അവൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. നമുക്ക് അവനിലുള്ള ഉറപ്പ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ക്രിസ്മസ് അനുഗ്രഹത്തിൻ്റെ, നല്ല സന്തോഷത്തിൻ്റെ, നീണ്ടു നിൽക്കുന്ന സമാധാനത്തിൻ്റെ, വികലമായ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീങ്ങിപ്പോയി നല്ല തികഞ്ഞ സന്തോഷ ആനന്ദാനുഭവത്തിൻ്റെ നാളുകളിലൂടെ ജീവിക്കാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന സമ്മാനം ഇതാണ്: പുത്രനെ സ്വന്തമാക്കുക. കർത്താവായ യേശു മിശിഹായെ എൻ്റെയും നിങ്ങളുടെയും സ്വന്തമാക്കുക. ആ സ്വന്തപ്പെട്ടവന് നമുക്ക് നമ്മെ തന്നെ സമ്മാനമായി സമർപ്പിക്കാം. അവന് ഇഷ്ടമുള്ളത് മാത്രം പ്രവർത്തിക്കാൻ, ജീവിക്കാൻ, പരിശ്രമിക്കാൻ, പ്രവർത്തിക്കാൻ, ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഉചിതമായ ശ്രേഷ്ഠമായ സമ്മാനം. അത് നൽകാൻ നമുക്ക് ഇടയാകട്ടെ. അവിടെ നമുക്കറിയാം, 15-ാമത്തെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നു എന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. യോഹന്നാൻ്റെ രക്ഷാസുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വചനം ഇങ്ങനെയാണ്: ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത്, യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ നിത്യജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത്. അതിനു വേണ്ടിയാണ് വിശുദ്ധ തിരുവെഴുത്തുകളെല്ലാം എഴുതപ്പെട്ടത്. കർത്താവായ യേശു മിശിഹായെ സ്വന്തമാക്കി അവനിൽ വിശ്വസിച്ച് നിത്യജീവനെ നേടാൻ ഈ ക്രിസ്മസ് സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, നല്ല അനുഭവത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ഒരു വേളയായി തീരാൻ നമുക്കിടയാകട്ടെ. പുതുവർഷത്തിലേക്ക് നമുക്കൊരുങ്ങാം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും പ്രവർത്തിക്കാനോ പറയുവാനോ ചിന്തിക്കുവാനോ ഇടയാകാതിരിക്കാൻ ദൈവം എൻ്റെ സകല ഇന്ദ്രിയങ്ങളെയും മുദ്രകുത്താൻ നമുക്ക് തന്നിലേക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. കാരുണ്യവാനും ശക്തനുമായ ദൈവമേ, അവിടുന്ന് പൂർണ്ണ ദൈവമായിരിക്കെ മനുഷ്യനായി, പൂർണ്ണ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചത് എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ, നിത്യജീവനിലേക്ക് എന്നെ നയിക്കാനാണല്ലോ, അങ്ങയെ ഞാൻ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണല്ലോ. ദൈവമേ, ഈ ദിനത്തിൽ അങ്ങേക്ക് ഉചിതമായ ഒരു നല്ല സമ്മാനമായി എന്നെ തന്നെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ളത് മാത്രം പറയാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും എന്നെ അനുവദിക്കണമേ, സഹായിക്കണമേ. അങ്ങേക്കിഷ്ടമില്ലാത്ത എല്ലാ ദുർവികാരങ്ങളും ചിന്തകളും എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഞാൻ ചോദിക്കുന്നതെല്ലാം അങ്ങ് നൽകുന്നു, അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു തിരിച്ചറിയുന്നു. കർത്താവായ യേശുവേ, സന്തോഷത്തോടുകൂടെ ലോകം മുഴുവനും സമാധാനമുണ്ടാകുവാൻ, ലോകം മുഴുവനും അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയുവാൻ
ലോകം മുഴുവനുള്ള ജനം അങ്ങേക്ക് തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നല്ല ഒരു ക്രിസ്മസ് സമ്മാനമായി തീരുവാൻ അങ്ങ് ഇടവരുത്തണമേ. അങ്ങയുടെ രാജ്യത്തിൻ്റെ സ്ഥാപനം ഇവിടെ പൂർണ്ണമായിട്ട് സംഭവിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ബന്ധുമിത്രാദികളെ സമർപ്പിക്കുന്നു, മക്കളെ സമർപ്പിക്കുന്നു, ലോകം മുഴുവനെയും സമർപ്പിക്കുന്നു. കരുണയോടെ ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.